ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുമായിട്ടാണ്. നമ്മളെല്ലാവരും ദിവസേന വീട്ടിൽ ഉപയോഗിക്കുന്ന ഒന്നാണല്ലേ പാല്. പാല് കാച്ചി എടുക്കുമ്പോൾ അല്ലെങ്കിൽ പാൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോണത്. ഇതെല്ലാവർക്കും ഉപയോഗപ്പെടും. അപ്പം നമുക്ക് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് പാല് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയാം. ഇന്നാണ് നമ്മൾ പാല് വാങ്ങിക്കുന്നതെങ്കിൽ മാക്സിമം നമ്മൾ ഇന്നത്തെ പാക്ഡ് ഡേറ്റിലുള്ള പാല് തന്നെ എടുക്കുക. ഇവിടെ ഇപ്പോൾ ബോട്ടിലാണ് പാല് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലായിരുന്നാലും കവറിൽ പാക്ഡ് ഡേറ്റ് എഴുതിയിരിക്കും, എക്സ്പയറി ഡേറ്റും എഴുതിയിരിക്കും. സൂപ്പർ മാർക്കറ്റിലൊക്കെ പാല് വാങ്ങാൻ പോകുമ്പോൾ അവർ എക്സ്പയറി ഡേറ്റ് അടുത്ത പാലായിരിക്കും മുന്നിൽ വെച്ചിരിക്കുന്നത്. പുതിയ പാലൊക്കെ ബാക്കിലായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കിയിട്ട് ബാക്കിലത്തെ പാല് തന്നെ എടുക്കാൻ നോക്കുക. നമ്മൾ വാങ്ങുന്ന പാലിൽ പാസ്ചറൈസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതുപോലെ അങ്ങനത്തെ പാലാണെങ്കിൽ നമുക്ക് തുറന്നാൽ ഉടനെ ഡയറക്റ്റായിട്ട് കുടിക്കാം, തിളപ്പിക്കേണ്ട കാര്യമില്ല. ആ തുറക്കുന്ന സമയത്ത് തന്നെ കുടിക്കുന്നതിന് പ്രോബ്ലം ഇല്ല. ബാക്കിയുള്ള പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുത്ത് കുടിക്കുകയാണെങ്കിൽ മാത്രം തിളപ്പിച്ച് യൂസ് ചെയ്താൽ മതി. ഇവിടുത്തെ പാലെന്ന് പറഞ്ഞാൽ നല്ല കട്ടിപ്പാലാണ്. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ നോക്കാം. വാങ്ങുന്ന പാല് മൊത്തം ഒരു ടൈമിൽ നമുക്ക് യൂസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫ്രിഡ്ജിലായിരിക്കും വയ്ക്കുന്നത്. മാക്സിമം ദിവസം പാല് ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിളപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. പാല് കാച്ചിയെടുക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്ന കാര്യമാണ് പാത്രത്തിൻ്റെ അടിയിൽ പാല് പിടിച്ചിട്ട് കരിഞ്ഞു വരാറുണ്ടെന്ന്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാല് തിളപ്പിക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ ഒഴിക്കണ്ട. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. ഇനി തിളപ്പിച്ചെടുത്താൽ പാത്രത്തിൻ്റെ അടിയിൽ പാല് പിടിച്ചു വരില്ല. ഇനി അടുത്തുള്ള പ്രോബ്ലം ആണ്, നമ്മൾ കടയിൽ നിന്ന് പാല് വാങ്ങിച്ചിട്ട് വരും, എന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ മറന്നു പോകും. ചിലപ്പോൾ 1, 2, 3 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ആ സമയത്ത് നമ്മൾ പിറ്റേന്ന് എടുത്തിട്ട് പാല് കാച്ചിയാലും പിരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് പറയണത്. അപ്പം നമുക്ക് പാല് കാച്ചിയിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. കാച്ചുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് കാച്ചിയാൽ മാക്സിമം നമുക്ക് പാല് പിരിയാതെ തന്നെ കാച്ചിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോണ ടിപ്പ് മിക്കവർക്കും എല്ലാവർക്കും അറിയായിരിക്കും. പാല് കാച്ചുമ്പോൾ പൊങ്ങി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൻ്റെ മുകളിൽ ഒരു തവി വെച്ചാൽ മാത്രം മതി. ഇനി പാല് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഓഫ് ചെയ്യരുത്. ഒരു 30 സെക്കൻഡെങ്കിലും സിമ്മിലിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം പാൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഈ പാല് നന്നായിട്ട് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പോൾ നമുക്ക് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കഴുകിയെടുത്ത നല്ല കുപ്പിയാണ് കേട്ടോ. തണുത്തിട്ടാണ് ഞാൻ ഒഴിച്ചത്. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്താൽ പാല് മാക്സിമം ദിവസം കേടുകൂടാതെ ഫ്രിഡ്ജിലിരിക്കും. ഇതിനേക്കാളും കൂടുതൽ ടിപ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങൾ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്താൽ മാത്രമേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.